ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷിന്റെ വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആവശ്യമുള്ളവർ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഈ വർഷം അറ്റാച്ച്ഡ് സ്കൂളിൽ വന്ന 6ാം ക്ലാസ്സുകാർക്ക് വന്ന എക്സാം ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ലതുപോലെ വീഡിയോ ശ്രദ്ധിക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. പുറമേ നിന്നുള്ള ഒരു പാസേജ് നമുക്ക് തന്നിട്ടുണ്ട്, അത് വായിക്കുക. ആ പാസേജ് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിന് ഉത്തരം എഴുതുക. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ദ ടോക്കിംഗ് ഡസ്റ്റ്ബിൻ. എന്താണ് സ്റ്റോറിയുടെ പേര്? ദ ടോക്കിംഗ് ഡസ്റ്റ്ബിൻ. സംസാരിക്കുന്ന ഡസ്റ്റ്ബിൻ എന്ന് വെച്ചാൽ വേസ്റ്റ് ബോക്സ്. ഇൻ എ സ്മോൾ ടൗൺ എ സ്കൂൾ ഇൻട്രൊഡ്യൂസസ് ടോക്കിംഗ് ഡസ്റ്റ്ബിൻ. ഒരു ചെറിയൊരു പട്ടണത്തില് ഒരു സ്കൂള് ടോക്കിംഗ് ഡസ്റ്റ്ബിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവര് സയൻസ് ഫെയറിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാവാം. ഇറ്റ് ഈസ് സയൻസ് ആൻഡ് ടെക്നോളജി അറ്റ് വർക്ക്, നോ മാജിക്. തീർച്ചയായിട്ടും ഇത് സയൻസും ടെക്നോളജിയും കൊണ്ട് അവർ ഉണ്ടാക്കിയതാണ്, മാജിക് അല്ല. അപ്പോൾ നമുക്കറിയാം ഡസ്റ്റ്ബിൻ ഒരിക്കലും സംസാരിക്കില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ടോക്കിംഗ് ഡസ്റ്റ്ബിൻ, സംസാരിക്കുന്ന ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ടെക്നോളജിയും സയൻസും ഒക്കെ വെച്ചിട്ട് അവിടെയുള്ള കുട്ടികൾ ഉണ്ടാക്കി വികസിപ്പിച്ചെടുത്തതാണ്, മാജിക് അല്ല. ദ ഡസ്റ്റ്ബിൻ ഹാസ് എ സ്മോൾ കമ്പ്യൂട്ടർ ഇൻസൈഡ് ഇറ്റ്. ഈ ഡസ്റ്റ്ബിന് അതിന്റെ അകത്ത് ചെറിയൊരു കമ്പ്യൂട്ടർ ഉണ്ട്. വെൻ സംവൺ കംസ് നിയർ എ സെൻസർ ഡിറ്റക്ട്സ് ദ മൂവ്മെന്റ്. ആരെങ്കിലും അടുത്ത് വരികയാണെങ്കിൽ ഇതിനുള്ളിലുള്ള സെൻസർ എന്താണ്, ആള് വരുന്നത് തിരിച്ചറിയും. The dustbin opens its lid by using a sensor and says, "Thank you for keeping the area clean." അപ്പൊ ഈ ഡസ്റ്റ്ബിൻ എന്ത് ചെയ്യും? അതിന്റെ ലിഡ് വഴി, ഈ സെൻസർ ഉപയോഗിച്ച് അതിന്റെ ലിഡ് വഴി ഡസ്റ്റ്ബിൻ ഓപ്പൺ ആവും. എന്നിട്ട് എന്ത് പറയും? താങ്ക് യു ഫോർ കീപ്പിംഗ് ദ ഏരിയ ക്ലീൻ. ഈ പരിസരം വൃത്തിയാക്കി സൂക്ഷിച്ചതിന് നന്ദി എന്ന് പറയും. ദ ടോക്കിംഗ് ഡസ്റ്റ്ബിൻ ഓൾസോ ഹാസ് എ ക്യാമറ. ഈ ടോക്കിംഗ് ഡസ്റ്റ്ബിനിൽ എന്തുണ്ട്? ഒരു ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ സ്കൂൾ ടു മോണിറ്റർ ഹൗ മച്ച് വേസ്റ്റ് ഇസ് കളക്ടഡ് എവറി ഡേ. ഇത് എല്ലാ ദിവസവും എത്രത്തോളം മാലിന്യങ്ങൾ ശേഖരിച്ചു എന്ന് സ്കൂളിന് മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ക്യാമറ സഹായിക്കും. ടീച്ചേഴ്സ് യൂസ് ദിസ് ഇൻഫർമേഷൻ ടു ടീച്ച് സ്റ്റുഡൻസ് അബൌട്ട് റെഡ്യൂസിംഗ് വേസ്റ്റ് ആൻഡ് റീസൈക്ലിംഗ് ഇറ്റ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ കുറയ്ക്കാനും അതുപോലുള്ളത് റീസൈക്കിൾ ചെയ്യാനും കുറിച്ചൊക്കെ പഠിപ്പിക്കും, പറഞ്ഞു കൊടുക്കും. ദ ഡസ്റ്റ്ബിൻ വർക്ക്സ് യൂസിംഗ് ഇലക്ട്രിസിറ്റി ആൻഡ് സേവ്സ് പവർ ബൈ ഗെറ്റിംഗ് സ്വിച്ച്ഡ് ഓഫ് വെൻ നോട്ട് ഇൻ യൂസ്. ഇത് കറണ്ടിനാണ് പ്രവർത്തിക്കുന്നത്, ആവശ്യമില്ലാത്ത സമയത്ത് ഇത് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യാം. ദ സ്റ്റുഡൻസ് എൻജോയ് യൂസിംഗ് ഇറ്റ് ആൻഡ് ലേൺ ദാറ്റ് ടെക്നോളജി ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദ എൻവയൺമെന്റ് ക്ലീൻ. കുട്ടികൾക്ക് ഇതെന്താണ്, ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം എൻജോയബിൾ ആണ്. അതുപോലെ തന്നെ ടെക്നോളജി നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ എൻവയൺമെന്റിനെ എന്താണ് വൃത്തിയാക്കി വെക്കുന്നു എന്ന് അവർ പഠിക്കുകയും ചെയ്തു. ഇനി ഇതുമായി ബേസ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Question 1. Where is the talking dustbin introduced? എവിടെയാണ് ഈ ടോക്കിംഗ് ഡസ്റ്റ്ബിൻ കണ്ടുപിടിച്ചത്? ഇൻ എ മാർക്കറ്റ്, ഇൻ എ സ്കൂൾ, ഇൻ എ പാർക്ക്, ഇൻ എ ഹോസ്പിറ്റൽ. എവിടെ മക്കളെ? ഇൻ എ സ്കൂൾ അല്ലെ. Question 2. What does the dustbin say to the users? അതിന്റെ അടുത്തൂടെ പോകുന്ന അത് ഉപയോഗിക്കുന്നവരോട് ഡസ്റ്റ്ബിൻ എന്താ പറയാ? ഡു നോട്ട് ത്രോ വേസ്റ്റ്, വേസ്റ്റ് എറിയരുത്. കീപ്പ് അവേ, എന്താ മാറിപ്പോവാൻ. താങ്ക് യു ഫോർ കീപ്പിംഗ് ദ ഏരിയ ക്ലീൻ, ഈ പരിസരം വൃത്തിയാക്കിയതിന് നന്ദി. ഗോ ഹോം, വീട്ടിലേക്ക് പോവൂ. അതെന്താണ് മക്കളെ? താങ്ക് യു ഫോർ കീപ്പിംഗ് ദ ഏരിയ ക്ലീൻ എന്നാണ് ഡസ്റ്റ്ബിന് പറയാറുള്ളത്. Question 3. Read the statements given below. താഴെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ദ ടോക്കിംഗ് ഡസ്റ്റ്ബിൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലാണ് ടോക്കിംഗ് ഡസ്റ്റ്ബിനെ കണ്ടുപിടിച്ചത്. 2. ദ ഡസ്റ്റ്ബിൻ വർക്ക്സ് വിത്ത് മാജിക്. ഈ ഡസ്റ്റ്ബിന് ഒരു മാജിക് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്താണോ അത് കണ്ടുപിടിക്കുക. 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് 2 ഈസ് കറക്റ്റ്. 1 and 2 ആർ കറക്റ്റ്. 1 and 2 ആർ ഇൻകറക്റ്റ്. ഇതിൽ എന്താ മക്കളെ? ആദ്യത്തേത് കറക്റ്റും രണ്ടാമത്തേത് ഇൻകറക്റ്റും ആണ്. സോ ഓപ്ഷൻ എ, 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. Question 4. ദ ഡസ്റ്റ്ബിൻ ഓപ്പൺസ് ഇറ്റ്സ് ലിഡ് യൂസിംഗ് എ ഡാഷ്. ഡസ്റ്റ്ബിന് അതിന്റെ ലിഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? യൂസിംഗ് എ സെൻസർ, ഒരു സെൻസറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. Question 5. Which part of the dustbin helps to monitor the quantity of waste collected? എത്രത്തോളം മാലിന്യം ശേഖരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ ഈ ഡസ്റ്റ്ബിന്റെ ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ്സ് ക്യാമറ, അതിന്റെ ക്യാമറയാണ്. ആക്ടിവിറ്റി 2 തോട്ട്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2A ഉണ്ട്, 2B ഉണ്ട്. അതിൽ 2A നോക്കാം. ഹൊമായി വ്യാരവല്ല പബ്ലിഷ്ഡ് ഹെർ ഫോട്ടോഗ്രാഫ്സ് അണ്ടർ ദ സ്യൂഡോണിം ഡാൽഡ 13. For her contributions in photojournalism, she was awarded the Padma Vibhushan. അപ്പൊ ഹൊമായി വ്യാരവല്ല അവരുടെ ഒരു അപരനാമമായ ഡാൽഡ 13 എന്നുള്ള പേരിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തു. അങ്ങനെ അവർക്ക്
അവരുടെ കോൺട്രിബ്യൂഷൻ, ഫോട്ടോ ജേർണലിസത്തിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ അവർക്ക് പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ് അബൌട്ട് ഹെർ അച്ചീവ്മെന്റ്, അവരുടെ അച്ചീവ്മെന്റിനെ കുറിച്ച്, ഈ നേട്ടത്തെ കുറിച്ചൊക്കെയുള്ള ഹൊമൈ വാരവല്ലയുടെ തോട്ട്സ്, ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്ന് എഴുതണം. നിങ്ങൾക്ക് താഴെ പറഞ്ഞിട്ടുള്ള ഹിൻസ് ഒക്കെ യൂസ് ചെയ്യാം. എന്തൊക്കെയുണ്ട്? പ്രൗഡ്, അവർക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടുണ്ടായിരിക്കും. കോൺഫിഡന്റ്, അവർക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം തോന്നിയിട്ടുണ്ടായിരിക്കും. വേർ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഇങ്ങനെ ഫോട്ടോ ജേർണലിസ്റ്റ് എന്താണ് വളരെ കുറവാണ്, അതും ഒരു ലേഡി. അപ്പോൾ ആ ഒരു സംഭവം ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഫസ്റ്റ് വുമൺ ഫോട്ടോ ജേർണലിസ്റ്റ്, ആദ്യത്തെ സ്ത്രീ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്, ആദ്യത്തെ വുമൺ ഫോട്ടോ ജേർണലിസ്റ്റ് കൂടെയാണ്. അപ്പൊ ഇതെല്ലാം ആലോചിച്ചിട്ടുണ്ടായിരിക്കും. I feel extremely proud and humbled to receive the Padma Vibhushan for my lifelong journey in photojournalism. എൻ്റെ ജീവിതത്തിലെ ഈ ഫോട്ടോ ജേർണലിസത്തിന്റെ ജേർണിയിൽ എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ, പത്മവിഭൂഷൺ കിട്ടിയത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അതുപോലെ എനിക്ക് വളരെയധികം അഭിമാനമുണ്ടെന്ന് അവർ ആലോചിക്കുകയാണ്. ലുക്കിംഗ് ബാക്ക്, ഐ റിയലൈസ് ദാറ്റ് ബീയിങ് ദ ഫസ്റ്റ് വുമൺ ഫോട്ടോ ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ വാസ് നോട്ട് ആൻ ഈസി പാത്ത്. എന്റെ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വുമൺ ഫോട്ടോ ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് ഒരിക്കലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു സിമ്പിൾ ആയിട്ടുള്ള എളുപ്പമായിട്ടുള്ള കാര്യമായിരുന്നില്ല. At that time, it was very rare at that time to see a woman in the press galleries, often surrounded only by men. ഒരുപാട് ആളുകൾക്ക് ചുറ്റും ഞാനൊരു സ്ത്രീ മാത്രം ഈ ഗാലറിയിലൊക്കെ ഉള്ള സമയത്ത് ഫോട്ടോ എടുക്കാൻ ഞാൻ മാത്രം എന്ന് കാണുന്നത് വളരെയധികം എന്താണ് അന്ന് ആ സമയത്ത് വളരെയധികം കാണാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു. However, I always remained confident in my skills and my vision. എന്നിരുന്നാലും ഞാൻ എൻ്റെ കഴിവിലും എൻ്റെ കാഴ്ചപ്പാടിലും വളരെയധികം കോൺഫിഡൻ്റ് ആയി തന്നെയായിരുന്നു. Whether I was working under my pseudonym Dalda 13 or documenting the birth of a new nation, I believe that my work would eventually speak for itself. ഡാൽഡ 13 എന്നുള്ള അപരനാമത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത് എന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റിങ് ചെയ്യുകയാണെങ്കിൽ കൂടി ഞാൻ എന്ത് വിശ്വസിച്ചു, എന്റെ സ്വയം പേര് തന്നെ ഒരിക്കലും എന്താണ് മൈ വർക്ക് വുഡ് ഇവഞ്ച്വലി സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്, അത് സ്വയമേ തന്നെ സംസാരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ അത് എല്ലാവരിലേക്കും സംസാരിച്ചു തുടങ്ങും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. This recognition is not just for me, but for every woman who dares to break barriers and follow her passion. ഈ റെക്കഗ്നീഷൻ, അതായത് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഈ പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്ന ഈ ഒരു എന്താണ് റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് സ്വപ്നം കാണാൻ അറിയുന്ന, അല്ലെങ്കിൽ എല്ലാ തടവറകളും ഭേദിച്ച് അവരുടെ ഇഷ്ടം, അവരുടെ പാഷനെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലെ 2B നോക്കാം. ലൂയിസ് ബ്രെയിലി ഡെവലപ്ഡ് എ ന്യൂ കോഡ് യൂസിംഗ് റേസ്ഡ് ഡോട്ട്സ് ഫോർ ബ്ലൈൻഡ് പീപ്പിൾ ടു റീഡ്. Everyone in his school appreciated him on this great achievement. Louis felt very happy and proud. He remembered the difficult times he had faced and the hard work he had done to reach success. അപ്പോൾ ലൂയിസ് ബ്രെയിലി ഒരു 6 ഡോട്ട് കോഡ് കണ്ണു കാണാത്ത ആളുകൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, എളുപ്പത്തിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെൻഷൻ കണ്ടുപിടിച്ചത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അവന്റെ സ്കൂളിലുള്ള കുട്ടികളെല്ലാവരും അവൻ എന്ത് ചെയ്തു, അപ്രിഷിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. ലൂയിസിന് അങ്ങനെ ആയപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നി. അവൻ വന്ന വഴികളിൽ അവന് താണ്ടിയിട്ടുള്ള ഓരോ ഡിഫിക്കൽട്ടീസും അതുപോലെ അവന്റെ കഷ്ടപ്പാടുകളൊക്കെ അവന് ഓർത്തു. അവൻ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ലൂയിസിന്റെ തോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അതിലെ? ഡിറ്റർമിനേഷൻ, അവന്റെ ശക്തമായിട്ടുള്ള ആഗ്രഹം, പിന്നെ പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്, ക്ഷമയും കഠിനാധ്വാനവും, പിന്നെ പ്രൈഡ് ആൻഡ് ഹാപ്പിനെസ്, അഭിമാനവും സന്തോഷവും, അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ അവനൊരു സഹായമാകുന്നത്, ഈ കോഡ് ഇൻവെന്റ് ചെയ്തതിലൂടെയുള്ള സഹായമാകുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ടുഡേ മൈ ഹാർട്ട് ഈസ് ഓവർഫ്ലോയിങ് വിത്ത് പ്രൈഡ് ആൻഡ് ഹാപ്പിനെസ്. ഇന്ന് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ്. As I stood before my classmates and teachers at the school, listening to their kind words of appreciation, I couldn't help but feel a deep sense of fulfillment. സ്കൂളിലെ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുന്നിൽ അവരുടെ നന്ദി നിറഞ്ഞ വാക്കുകൾ എനിക്ക് കേട്ടപ്പോൾ എനിക്കെന്താണ് വളരെ ആഴത്തിലുള്ള സംതൃപ്തി തോന്നി. I couldn't help but feel a deep, seeing them touch the raised dots and realize that a new world of reading has opened for them is the greatest reward I could ever received. അവര് ഈ 6 ഡോട്ടിന്റെ ഈ കോഡ് ഉയർത്തിപ്പിടിച്ച് അത് തൊടുന്നത് കാണുകയും അതുപോലെ വായനയുടെ ഒരു പുതിയ ലോകം തുറക്കുകയും ചെയ്യാൻ
ഞാൻ കാരണക്കാരനായി എന്നറിയുമ്പോൾ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു റിവാർഡാണ് അത്, ഏറ്റവും വലിയ പ്രതിഫലമാണ് അത്. ദിസ് ജേർണി വാസ് നോട്ട് ആൻ ഈസി വൺ. ഈ യാത്ര തീർച്ചയായിട്ടും എന്തായിരുന്നില്ല, എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. ഐ തോട്ട് ബാക്ക് ടു ദ മെനി ഡിഫിക്കൽട്ട് ടൈംസ് ഐ ഫേസ് ദ ഫ്രസ്ട്രേഷൻസ് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു റീഡ് ട്രഡീഷണൽ ബുക്സ് ആൻഡ് ദ ഫീലിംഗ് ഓഫ് ബീങ് ട്രാപ്ഡ് ഇൻ സൈലൻസ്. ട്രഡീഷണൽ ബുക്കുകൾ, അതായത് പരമ്പരാഗതമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലൊക്കെ ആയിരുന്നു ഞാൻ. ആ സമയത്ത് നേരിട്ട ഒരുപാട് എന്താ പറയാ ബാഡ് ആയിട്ടുള്ള സമയം, അതായത് ദുഷ്കരമായിട്ടുള്ള സമയത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. It took years of determination and unwavering patience and hard work to refine this six-dot code. ഒരുപാട് വർഷങ്ങളുടെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ക്ഷമയും ഒക്കെ കൊണ്ടാണ് ഈ സിക്സ് ഡോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. There were moments of exhaustion, but the thought of helping others like myself kept me going. ഈ യാത്രയിൽ, അതായത് ഈ സിക്സ് ഡോട്ട് കോഡ് ഉണ്ടാക്കുന്ന യാത്രയിൽ ഒരുപാട് തവണ ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തവണ ആകെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൈ സ്ട്രഗിൾ ഹാസ് ടേൺഡ് ഇൻ ടു എ ടൂൾ ദാറ്റ് വിൽ ബ്രിങ് ലൈറ്റ് ആൻഡ് നോളജ് ടു ദ ബ്ലൈൻഡ് ഫോർ ജനറേഷൻസ് ടു കം. എന്റെ ഈ ഒരു പോരാട്ടം വരും തലമുറകൾക്ക് വെളിച്ചവും അറിവും നൽകുന്ന ഒരു ഉപകരണമായി മാറി എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. My hard work has finally reached its success, and for the first time, I feel truly free. എന്റെ കഠിനാധ്വാനം വളരെയധികം വിജയത്തിലെത്തി. ആദ്യമായിട്ട് ഞാൻ സ്വാതന്ത്ര്യം നേടി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി എന്ന് തോന്നുന്നു. Activity 3. Prepare a recipe. On your mom's birthday, you want to surprise her with a tasty fruit salad. Write a recipe explaining the method of preparation. നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ള റെസിപ്പി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇൻഗ്രീഡിയൻസ് എഴുതാം. ഫ്രൂട്ട്സ് വേണം. ഫ്രൂട്ട്സ് ആയിട്ട് one apple, 2 bananas, 1 cup of grapes, 1 pomegranate and a slice of papaya. For the dressing എന്തൊക്കെയാ വേണ്ടത്? 1 tablespoon of honey and 1 teaspoon of lemon juice. ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് എഴുതുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, വാഷ് ദ ഫ്രൂട്ട്സ്. സ്റ്റാർട്ട് ബൈ thoroughly washing all the fruits under cold running water to ensure they are clean. 2. Second step, peel and prep. Peel the bananas and the papaya or pineapple. Remove the seeds from the pomegranate. Third step, chop. On a clean chopping board, cut the apple, bananas and papaya into small bite-sized cubes. If the grapes are large, you can cut them in half. Fourth step, mix. Place all the chopped fruits and the pomegranate seeds into a large mixing bowl. 5. Add flavor. In a small cup, mix the honey and lemon juice together. Drizzle this mixture over the fruit. If you like, add a tiny pinch of chaat masala. Sixth step, toss gently. Use a large spoon to gently toss the fruits so they are evenly coated with the dressing without mashing them. Seventh step, serve. Transfer the salad into a beautiful serving bowl. You can garnish it with some fresh mint leaves or chopped nuts on top. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് സാലഡ്, സിമ്പിൾ ആണ് അല്ലേ? ആക്ടിവിറ്റി 4 ഡയറി ആണ്. 4ൽ 2 ഉണ്ട്. ഒന്ന് എ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. യു സ്പെൻഡ് ദ ക്രിസ്മസ് വെക്കേഷൻ വിത്ത് യുവർ കസിൻസ് ഇൻ ലക്ഷദ്വീപ്. ദോസ് ഡേയ്സ് വർ വെരി എക്സൈറ്റിംഗ് ആൻഡ് ത്രില്ലിംഗ്. ആഫ്റ്റർ റിട്ടേണിംഗ് ഹോം യു റോട്ട് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ഇൻ യുവർ ഡയറി. റൈറ്റ് ദ ഡയറി എൻട്രി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ലക്ഷദ്വീപിൽ നിങ്ങളുടെ കസിൻസിനോട് കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ആ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം എക്സൈറ്റിങ്ങും ത്രില്ലിങ്ങും ഒക്കെ ആയിരുന്നു. നിങ്ങൾ അതിനുശേഷം വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം നിങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസ് ഡയറിയിൽ എഴുതുകയാണ്. എന്തൊക്കെയായിരിക്കും എഴുതുക എന്നാണ് ചോദ്യം. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും ഇടാൻ ശ്രദ്ധിക്കണം. ഇത് ക്രിസ്മസ് വെക്കേഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് December 30 ആണ് എഴുതിയിട്ടുള്ളത്, 2025. ഓക്കെ. ഡേ ട്യൂസ്ഡേ. I am finally back home, but my mind is still drifting somewhere in the turquoise waters of Lakshadweep. This Christmas vacation was hands down the most exciting and thrilling trip of my life. Spending it with my cousins made it even more special. There was never a dull moment. ഞാൻ അങ്ങനെ ഫൈനലി വീട്ടിൽ തിരിച്ചെത്തി.
ഇപ്പോഴും പക്ഷെ എൻ്റെ മൈൻഡൊക്കെ എവിടെയാണ്? ലക്ഷദ്വീപിലെ ആ വളരെ നല്ല മനോഹരമായിട്ടുള്ള വെള്ളത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ ക്രിസ്മസ് വെക്കേഷൻ എനിക്ക് വളരെയധികം നല്ല എക്സൈറ്റിങ്ങും ത്രില്ലിങ്ങും ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെയാണ് എൻ്റെ ജീവിതത്തിൽ തന്നത്. എൻ്റെ കസിൻസിനോട് കൂടെയുള്ള ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തത് വളരെയധികം സ്പെഷ്യൽ ആയിരുന്നു. ഒരിക്കൽ പോലും എനിക്ക് ഒരു ഡൾ മൊമെന്റ്, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മൊമെന്റ് വന്നിട്ടില്ല. ഫ്രം ദ മൊമെന്റ് വി ലാൻഡഡ് ആൻഡ് സോ ദാറ്റ് വെൽക്കം ടു ദി ലക്ഷദ്വീപ് സൈൻ, I knew we were in for an adventure. The islands are like a dream pressed in white sand, leaning palm trees and water so clear you can see the coral reefs from the shore. We spent our days snorkeling and scuba diving. Seeing the vibrant fish and coral up close felt like entering a different world. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് ലക്ഷദ്വീപിന്റെ മനോഹാരിതയെ കുറിച്ചാണ് അല്ലെ. ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്ന് ആദ്യം വെൽക്കം ടു ലക്ഷദ്വീപ് എന്നുള്ള ബോർഡ് കണ്ടതും എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി മുതൽ ഒരു അഡ്വഞ്ചറിന്റെ ഒരു സമയമാണെന്ന് മനസ്സിലായി. പിന്നെ അവിടെയുള്ള പാം ട്രീസിനെ കുറിച്ചും സാൻഡിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്ക്യൂബ ഡൈവ് പോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള അവര് എന്താ പറയാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ഡിഫറെന്റ് വേൾഡ് ആണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. One of the highlights was our Christmas evening beach bonfire. We sang carols under a blanket of stars with the sound of the waves as our background music. It was so different from a traditional white Christmas, but the warmth of the sun and the company of my cousins made it perfect. അങ്ങനെ ക്രിസ്മസിന്റെ ആ രാത്രി, ആ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഫയറിന് ചുറ്റും കൂടി നിന്നിട്ട് കരോള് പാടുകയും പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നല്ല ആഘോഷിക്കുകയും ചെയ്തു. ശരിക്കും എന്താണ് വൈറ്റ് ക്രിസ്മസ് എന്നുള്ളതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രഡീഷണൽ സെലിബ്രേഷൻ ആണ്. പിന്നെ ഈ ദിവസങ്ങളൊക്കെ എന്റെ ലൈഫിൽ വളരെയധികം പക്ക പെർഫെക്റ്റ് ആക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ച് പോവുക. കാരണം ഡയറിയോ അല്ലെങ്കിൽ തോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതുപോലെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ആരോടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Activity 4 B question. William searched for a solution to solve the issue of water scarcity in his village. He worked hard to make an electric windmill and solve the problem. Everyone thanked and appreciated him. He felt very proud of himself and wrote his feelings in his diary. Write the diary entry. അപ്പൊ നമ്മൾ വില്യമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വില്യം അവന്റെ നാട്ടിലുള്ള വെള്ളത്തിന്റെ ദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചു. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ട് അവന് നോക്കി. ഇലക്ട്രിക് വിൻമിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം ഇലക്ട്രിക് വിൻമിൽ ഉണ്ടാക്കി. അത് അവന്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അങ്ങനെ ആളുകൾ, അവന്റെ വില്ലേജേഴ്സ് ഒക്കെ അവന് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവന് ഒരുപാട് പ്രൗഡ് തോന്നി അല്ലെ, അഭിമാനവും സന്തോഷമൊക്കെ തോന്നി. അവന്റെ ഡയറിയിൽ എഴുതാനിടയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡേറ്റ് March 27, ഡേ ഫ്രൈഡേ. ഡിയർ ഡയറി, today is a day I will never forget. For months, I have been watching my village suffer from the terrible water scarcity. Seeing the dry fields and the tired faces of my neighbors broke my heart. I knew I had to do something, even when my people doubted me or thought I was just playing with junk. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇന്ന് എൻ്റെ ലൈഫിന് തീരെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. മാസങ്ങളായി ഞാൻ എൻ്റെ നാട്ടിലുള്ള ആളുകള് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് കാണുകയാണ്. അത് കാണുമ്പോൾ അതുപോലെ ഞങ്ങളുടെ പാടങ്ങളൊക്കെ വരണ്ടു പോകുന്നതും പിന്നെ ആളുകളുടെ ടയേർഡ് ആയിട്ടുള്ള മുഖങ്ങളും എൻ്റെ നെയ്ബേഴ്സിന്റെ തകർന്ന ഹൃദയങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടമാവുന്നുണ്ടായിരുന്നു. എനിക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ എന്താണ്, ആളുകൾക്ക് എന്നോട് സംശയമായിരുന്നു. ഞാൻ എന്തൊക്കെയോ ആക്രി സാധനങ്ങളൊക്കെ വെച്ച് കളിക്കുകയാണെന്നുള്ള സംശയമായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും എന്ന്. After weeks of hard work, sweat, and late nights in the scrapyard, I finally finished my electric windmill. When the blades started spinning and the water began to flow, I couldn't believe my eyes. The cheers from the villagers were the most beautiful sound I have ever heard. അങ്ങനെ ആഴ്ചകളോടുള്ള പരിശ്രമത്തിനും വിയർപ്പിനും കഠിനാധ്വാനത്തിനും ഉറക്കമില്ലാത്ത രാത്രികൾക്കും ഒക്കെ ശേഷം ഞാൻ എൻ്റെ ഇലക്ട്രിക് വിൻമില്ല് കണ്ടുപിടിച്ചു, ഉണ്ടാക്കിയെടുത്തു. അതിന്റെ ബ്ലേഡുകൾ കറങ്ങാനായിട്ട് തുടങ്ങി. വെള്ളം അതിൽ നിന്ന് ഫ്ലോ ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. എൻ്റെ വില്ലേജേഴ്സിന്റെ ചിയേഴ്സ്, അവരുടെ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ അവരുടെ അത്രയും ചിയർഫുൾ ആയിട്ടുള്ള
അതിലും വലിയ ഒരു മൊമെന്റ് അല്ലെങ്കിൽ അതിലും വലിയൊരു സന്തോഷത്തിന്റെ ഒരു ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. Old men, women, and even the children came to thank me. I felt a huge wave of relief and pride wash over me. It wasn't just about the machine, it was about seeing hope return to my village. My heart is so full tonight. I have realized that no matter how small you are or how little you have, a big dream and hard work can truly change the world. അപ്പോൾ ചെറിയ കുട്ടികളടക്കം പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്നോട് വന്ന് നന്ദി പറഞ്ഞു. എനിക്ക് വളരെയധികം എന്തായിരുന്നു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഞങ്ങളുടെ നാട്ടിലൊരു മെഷീൻ ഉണ്ടാക്കി എന്നുള്ളതല്ല ശരിക്കും ഇവിടെ സംഭവിച്ചത്. എൻ്റെ നാട് പഴയ രീതിക്ക് തിരിച്ചു പോകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണത്. എൻ്റെ ഹൃദയം ഇപ്പോൾ ശരിക്കും നിറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് നല്ല സ്വപ്നവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയ സ്വപ്നങ്ങൾ കൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനാവുമെന്ന് വിശ്വസിക്കുന്നു. നൗ ഐ ക്യാൻ സ്ലീപ് പീസ്ഫുള്ളി നോയിങ് അവർ ഫീൽഡ്സ് വിൽ ബി ഗ്രീൻ അഗൈൻ. ഞങ്ങളുടെ പാടങ്ങൾ വീണ്ടും പച്ചപ്പ് നിറഞ്ഞതാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്, എന്നുള്ള വിശ്വാസത്തോട് കൂട്ടിയിട്ട് എനിക്കിനി സമാധാനമായിട്ട് ഉറങ്ങാം. Activity 5 poster ആണ്. On June 5th, World Environment Day, the school Echo Club is conducting a poster making competition. Imagine that you are participating in it. Prepare a poster. അപ്പോൾ June 5 വേൾഡ് എൻവയൺമെന്റ് ഡേക്ക് നിങ്ങളുടെ സ്കൂളിലെ എക്കോ ക്ലബ്ബ് എന്ത് ചെയ്യാണ്, ഒരു പോസ്റ്റർ നിർമ്മാണം മത്സരം സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അതിനായിട്ടുള്ള ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു കൊട്ടേഷൻ എഴുതണം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എഴുതണം അതുമായി ബന്ധപ്പെട്ടത്. പ്രൊട്ടക്ട് അവർ പ്ലാനറ്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ. അത് നിങ്ങൾക്ക് മുകളിൽ എഴുതി കൊടുക്കാം. എന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് യോജിക്കുന്ന ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എഴുതുക. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, പ്ലാന്റ് ട്രീസ് ഫോർ എ ഗ്രീനിയർ ടുമോറോ, സേ നോ ടു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് സെലിബ്രേറ്റ് വേൾഡ് എൻവയൺമെന്റ് ഡേ June 5th. എന്താണോ സെലിബ്രേഷൻ അതും ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുക. Activity 6 editing ആണ്. There is many beautiful tourist spots in Lakshadweep. ഇവിടെ there is അല്ല, there are എന്നാണ് വരിക. കാരണം ടൂറിസ്റ്റ് സ്പോട്സ് എന്നുള്ളത് എന്താണ്, പ്ലൂറൽ ആണ്. ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്സ് ഉണ്ട് എന്നാണ് വരുന്നത്. സോ അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് എന്താണ് there are many beautiful tourist spots in Lakshadweep. The sea around them is ബ്ലൂ പ്ലീസിംഗ് ഇൻ കളർ. അവിടെ വേർഡ് ഡിസോർഡർ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. പ്ലീസിംഗ് ബ്ലൂ ഇൻ കളർ. ദർ ഈസ് ഓൾവേസ് എ പ്ലസന്റ് ബ്രീസ്. ബ്രീസിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. BREEZE എന്നാണ് വരുന്നത്. പ്ലസന്റ് ബ്രീസ് ബ്ലോയിങ്. ദ ഐലൻഡ്സ് ആർ ഫുൾ ഓഫ് കോക്കനട്ട് പാംസ്. അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് തുടങ്ങുകയാണ്. സോ ദ ഷുഡ് ബി ക്യാപിറ്റൽ. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. സം ഐലൻഡ്സ് ഹാവ് ഫെസിലിറ്റീസ് ഓൺ സ്ക്യൂബ ഡൈവിംഗ്. സം ഐലൻഡ്സ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സ്ക്യൂബ ഡൈവിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, പക്ഷെ അത്യാവശ്യം എഴുതാനുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്